ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഉണക്കപ്പയർ കറിയാണ്. തേങ്ങ അരക്കാതെയാണ് ഞാൻ തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റാണിത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യണേ. 200 ഗ്രാം ഉണക്കപ്പയർ 4 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചതാണിത്. ഇത് വെള്ളത്തിലിട്ട് വെച്ചാൽ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. ഇത് നമുക്ക് കഴുകി ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി പയർ മുങ്ങിക്കിടക്കുന്നത് പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഒരു 3 വിസിൽ വരുന്നത് വരെ ഇത് നമ്മൾ വേവിച്ചെടുക്കാം. പയർ വെന്തതിന് ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ടീസ്പൂണാണ്. ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് ഉലുവ ചേർത്ത് കൊടുക്കാം. അതെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 3 ഉണക്കമുളക് മുറിച്ചെടുത്തതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഈ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. കൂടുതൽ ചേർത്താൽ കൂടുതൽ നല്ലതാണ്. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 10-12 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. ഞാനിതിൽ വലിയ വെളുത്തുള്ളിയൊക്കെ ഒന്ന് മുറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് കൂടുതൽ തോന്നുന്നത്. വെളുത്തുള്ളി ഇതിന് നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇത് നല്ലപോലെ മൂത്ത് വരണം. മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വാടി കിട്ടിയാൽ മതി. മൂത്ത് വരേണ്ട ആവശ്യമില്ല. സവാളയൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലപോലെ ഒന്ന് അതിൽ അലിഞ്ഞ് വരട്ടെ. അതുവരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഈ കറിക്ക് ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല കേട്ടോ. തക്കാളിയൊക്കെ നല്ലപോലെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ മതി. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ മസാലയൊക്കെ ചേർക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതിൻ്റെ ആ പച്ച ചുവയൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിനുള്ള വാളംപുളിയാണ്. അത് ഇതിലേക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പുളിയും എരിവൊക്കെ അവരവരുടെ ആവശ്യത്തിനുള്ള ചേർക്കാം കേട്ടോ. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഒന്ന് തിളച്ച് വരട്ടെ. പുളിവെള്ളം മസാലയിൽ കിടന്ന് നമുക്ക് ഈ പയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വെള്ളത്തോടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് വെള്ളം ആവശ്യം കൂടുതലുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതൊരു കുറുകിയ കറിയായിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇനി ആ മസാലയൊക്കെ അതിൽ നല്ലപോലെ ഒന്ന് പിടിച്ച് വരട്ടെ. അതുവരെ നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്താണ് നമ്മൾ പയർ വേവിച്ചിട്ടുള്ളത്. എന്നാലും ഉപ്പ് കുറവ് കാണും. വെള്ളമൊക്കെ കൂടിയല്ലോ. അപ്പോൾ മസാലയൊക്കെ കൂടിയതുകൊണ്ട് അപ്പോൾ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ പറ്റിയ നല്ലൊരു കറിയാട്ടോ. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. കറിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റി കറിയാട്ടോ ഇത്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. ഇതെല്ലാവരും തയ്യാറാക്കി നോക്കണേ. ഇനി നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.